ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ആദ്യ T20 മത്സരത്തിൽ മഴ വില്ലനായി മാറിയിരുന്നു. ടോസ് ഭാഗ്യം തുണച്ചില്ലെങ്കിലും ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത്. അഭിഷേകും ഗില്ലും ചേർന്ന് ഭേദപ്പെട്ട തുടക്കം നൽകി. അഭിഷേക് പുറത്തായതിനു ശേഷം സൂര്യകുമാർ യാദവ് കളത്തിലിറങ്ങിയതോടെ ഇന്ത്യ തകർത്തടിച്ചു. രണ്ടാമതും മഴ തടസ്സമാകുന്ന ഘട്ടത്തിൽ നഥാൻ എല്ലിസിനെതിരെ തുടരെ ബൗണ്ടറികൾ നേടി സൂര്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആദ്യ മത്സരം ഫലമില്ലാതായി മാറിയതോടെ അവശേഷിക്കുന്ന 4 മത്സരങ്ങളിലാണ് ഇനി ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം മെൽബണിൽ വെച്ച് ഒക്ടോബർ 31 നടക്കും. ആദ്യ മത്സരത്തിൽ 3 സ്പിന്നർമാരെ വിശ്വസിച്ചാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത്. 2 സ്പെഷ്യലിസ്റ്റ് പേസർമാരായിരുന്നു പ്ലേയിങ് 11-ൽ ഇടം കണ്ടെത്തിയത്. രണ്ടാമത്തെ മത്സരം നടക്കുന്ന മെൽബണിൽ പേസിനെ തുണക്കുന്ന പിച്ചാണെങ്കിലും ബാറ്റിംഗ് സൗഹൃദമായിരിക്കും സാഹചര്യമെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയ സ്പിന്നിന് അനുകൂലമായി പിച്ചൊരുക്കി സ്വയം കുഴിയിൽ ചാടാൻ തയ്യാറാകില്ലെന്ന കാര്യം വ്യക്തമാണ്. രണ്ടാം T20യിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കുൽദീപ് യാദവിനെ ഇന്ത്യ പുറത്തിരുത്തി പേസ് ബൗളർ അർഷ്ദീപ് സിംഗിനെ തിരികെ കൊണ്ടുവന്നേക്കും. മെൽബണിലെ പേസ് പിച്ചിൽ 3 സ്പിന്നർമാരെ ഉപയോഗിച്ച് കളിക്കുന്നത് അത്ര മികച്ച നീക്കമായിരിക്കില്ല. ടീമിൽ മാറ്റം വരുത്തുമ്പോഴും ബാറ്റിംഗ് ഡെപ്ത് കുറയാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്സർ പട്ടേലിനെ ഇന്ത്യ ടീമിൽ നിലനിർത്താനാണ് സാധ്യത. വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവരിൽ ഒരാൾ പുറത്തു പോകേണ്ടി വരും. ഇതിൽ കുൽദീപ് യാദവിനെ കൈവിടാനാണ് കൂടുതൽ സാധ്യത. അക്സറും വരുണും ടീമിൽ തുടർന്നേക്കും. മെൽബണിലേത് വേഗവും ബൗൺസും നിറഞ്ഞ പിച്ചാണ്. തുടർച്ചയായി നല്ല വേഗതയിൽ പന്തെറിയുന്ന താരമാണ് ഹർഷിത് റാണ എന്നാണ് ടീം മാനേജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹർഷിതിനെ ഇന്ത്യ തഴയാൻ യാതൊരു സാധ്യതയുമില്ല. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം ഇന്ത്യൻ ടീമിലുണ്ട്. ശിവൻ ദുബെയുടെ ബൗളിങ്ങിനെ അത്ര വിശ്വസിക്കാനാകില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഇടങ്കയ്യൻ പേസറായ അർഷ്ദീപിനെ തിരികെ വിളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതോടൊപ്പം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പൊസിഷൻ മാറുമെന്ന പ്രതീക്ഷ ഇനി വേണ്ട. ഏഷ്യാകപ്പിന് പിന്നാലെ ഓസ്ട്രേലിയയിലും ഗില്ല് ഓപ്പണർ റോളിൽ കളിച്ചതോടെ സഞ്ജു മധ്യനിരയിൽ തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. 5ാം നമ്പറിൽ തന്നെയാകും സഞ്ജു കളിക്കുക. സഞ്ജുവിനെ സംബന്ധിച്ച് ഓസീസ് T20യിലെ പ്രകടനം വളരെ നിർണായകമാണ്. സഞ്ജുവിന്റെ ഓപ്പണർ റോളിലെ മികവിൽ ആർക്കും സംശയമില്ല. എന്നാൽ മധ്യനിരയിൽ സഞ്ജു കളിച്ച് മികവ് തെളിയിക്കേണ്ടതായുണ്ട്. ആദ്യ T20യിൽ ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ഫോമിലേക്ക് എത്തിയതോടെ ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർന്നിട്ടുണ്ട്. മികച്ച ടീം കരുത്ത് ഇന്ത്യക്കുണ്ട്. ബാറ്റിംഗിലും ബോളിംഗിലും ടീം സന്തുലിതമാണ്. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ പരമ്പര നേടാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയാൽ വലിയ വിമർശനം നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ സാധ്യത ടീം ഒന്നുകൂടി പറയാം. ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. സൂര്യകുമാർ യാദവ് 1 ഡൗൺ ആയി കളിക്കും. തിലക് വർമ്മ 4ാമതായും സഞ്ജു സാംസൺ 5ാമതായും ബാറ്റ് ചെയ്യാനെത്തും. ശിവൻ ദുബെ, അക്സർ പട്ടേൽ എന്നിവർ ലോവർ മിഡിൽ ഓർഡറിന് കരുത്ത് പകരും. ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ എന്നിവർ പേസർമാരായി കളിക്കും. വരുൺ ചക്രവർത്തി ആയിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിന് T20 പരമ്പര നേടാൻ കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രണ്ടാം T20 മത്സരത്തിനുള്ള ടീമിൽ ഇന്ത്യ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.